പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം തിരുവചനം. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മുൻപിൽ വഴിയടച്ചു നിൽക്കുന്ന ചെങ്കടൽ, പുറകിൽ ആക്രമിക്കാൻ വരുന്ന ഈജിപ്തിൻ്റെ മഹാസൈന്യം, മുമ്പോട്ടിനി എന്ത് ചെയ്യണമെന്നറിയില്ല, എവിടേക്ക് പോകുമെന്നറിയില്ല, വഴിമുട്ടി നിൽക്കുന്ന, ദിക്കറിയാതെ എന്ത് പ്രവർത്തിക്കണം, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഇസ്രയേൽ. പക്ഷേ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെയൊക്കെ നടുവിൽ ഞാൻ നിങ്ങളൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കാം. അടുത്തത് എങ്ങോട്ട് പോകും, അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കും, എന്ത് ചെയ്യും, വലിയ ഭയത്തിലായിരിക്കാം, വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു പ്രവൃത്തി, ഒരു വലിയ പ്രവൃത്തി, വെറും ഒരു പ്രവൃത്തി, ഒരു രക്ഷാകൃത്യം, ഒരു രക്ഷാകര പ്രവൃത്തി ചെയ്യുന്നത് നമുക്കിന്ന് കാണാൻ സാധിക്കും. ഇപ്പോഴാണ് നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ. ചെങ്കടലിന് മുമ്പിൽ വഴിയറിയാതെ നിന്ന ഇസ്രയേലിന് മുമ്പിൽ തമ്പുരാൻ ആ ചെങ്കടലിന് നടുവിലൂടെ തന്നെ ഒരു വഴി ഒരുക്കി വെച്ചിരുന്നത് ഇസ്രയേൽ കണ്ടില്ല. പക്ഷേ ആ പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിലേക്ക് കൈനീട്ടാൻ പറഞ്ഞ, അല്ലെങ്കിൽ കൈനീട്ടിയ മോശയുടെ മുമ്പിൽ വഴി തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതേപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാനും നിങ്ങളും ദൈവത്തിലുള്ള വിശ്വാസത്തോടെ കൈകൾ ഉയർത്തുമ്പോൾ, കൈകൾ നീട്ടുമ്പോൾ നമുക്ക് വേണ്ടി തമ്പുരാൻ പുതിയ വഴികൾ തുറന്നു നൽകും. നമ്മൾ കാണാതെ ദൈവം ഒളിപ്പിച്ച് വെച്ച, ദൈവം മറച്ചു വെച്ച ചില വഴികൾ, വലിയ പ്രതീക്ഷ നൽകുന്ന, വലിയ പ്രത്യാശ നൽകുന്ന, നമ്മുടെ ഭാവി ഏറ്റവും സുരക്ഷിതമാക്കുന്ന, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കുന്ന ഒരു വഴി, ഒരു പക്ഷേ നമ്മൾ പ്രതികൂലമെന്ന് വിചാരിക്കുന്ന, പ്രതിസന്ധിയെന്ന് വിചാരിക്കുന്ന, ഇനിയൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ തന്നെ ആയിരിക്കാം നമുക്ക് വേണ്ടി കർത്താവ് ഒരു രക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരണവാനായ ദൈവമേ, ജീവിതത്തിൽ ഇങ്ങനെ ഭയവും വഴിയറിയാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ലോകവും പ്രിയപ്പെട്ടവരൊക്കെ കൈവഴിഞ്ഞ അവസ്ഥയിലാണ്. പക്ഷെ തമ്പുരാനെ, ഞങ്ങൾ പൂർണ്ണമായി നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു, നിന്നിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കണം. ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ ഞങ്ങളെ ഏറ്റെടുക്കണം. നിൻ്റെ കൃപയാലും നിൻ്റെ വലിയ സ്നേഹത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.